മോളെ എന്താ ആ ഓഫീസർ എഴുതി തന്നില്ലേ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണ്ടല്ലോ. അത് എന്താ സർട്ടിഫിക്കറ്റ്? അത് എവിടെ കിട്ടുക? ലൈഫ് സർട്ടിഫിക്കറ്റാ? എനിക്കറിയില്ലല്ല. ലൈഫ് ഭവന പദ്ധതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ ടെൻഷൻ എടുക്കല്ലേ, നമ്മളെ മെമ്പർ ഇതിലെ പോവൂലേ? ആ മെമ്പർ അത് വരുന്നേ. മെമ്പറേ, മെമ്പറേ. എന്താക്കാം? മോള് പോയില്ലേ? ബസ് വരാനാവണുള്ളൂ സാറേ. പിന്നെ ഈ ആശ്വാസകരണ പദ്ധതിയിൽ വെക്കാനുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് എവിടുന്ന കിട്ടുക? ലൈഫ് പദ്ധതിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ശരിയാക്കാം. സ്വന്തം പേരിൽ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. അതല്ല മെമ്പറേ അവള് പറയണത്. ഉമ്മാന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട. ഞാനത് മറന്നു. താത്താക്ക് എങ്ങനെയുണ്ട്? ഒരു മാറ്റവും ഇല്ല, ആ കിടത്താൻ തന്നെ. അതിന്റെ ഒരു സഹായ പദ്ധതി ഉണ്ടല്ലോ, ആശ്വാസീകരണം. ഉണ്ട്, അതിന് അപേക്ഷ നൽകിയിട്ടുണ്ടല്ലോ. അതിന്റെ അപേക്ഷയില് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനോ സാറേ? മാഷെ ആ ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇവർക്കൊന്ന് പറഞ്ഞു. ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാഷെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി ശരി. ഇക്ക, ഇതിന്റെ കൂടെ വെക്കാനുള്ള സർട്ടിഫിക്കറ്റ് രോഗി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തലാണ്. അതിന്റെ ഫോർമാറ്റ് അപേക്ഷാ ഫോമിന്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ സാരില്ല, ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. വലിയ ഉപകാരം മാഷേ. അത് ആരെക്കൊണ്ടോ ഒപ്പിടിക്കേണ്ടത്? അത് ശിശു വികസന പദ്ധതി ഓഫീസറെ കൊണ്ടോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ ഒപ്പിടിയിക്കാം. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കൂ. ഇത് കൃത്യമായി പറയാനറിയാത്തതുകൊണ്ട് മെമ്പർ സൂത്രത്തിൽ മുങ്ങിയതല്ലേ? പ്രാദേശിക ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തിപരമായ കഴിവുകൾ പരിഗണിച്ചാണ്, അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. മാഷേ, സംവരണം അവസര സമത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ചട്ടുക സൃഷ്ടിക്ക് വേണ്ടിയല്ല. പാർട്ടിയുടെ വിനീതനായ അടിമയാണോ എന്നല്ല, കഴിവുള്ള വ്യക്തിയാണോ എന്നാണ് ഭൂരിപക്ഷമുള്ള പാർട്ടികൾ പരിശോധിക്കേണ്ടത്.